എന്താടാ പട്ടികളെ, ഈ സീനിയേഴ്സ് ആരാ നിനക്കൊക്കെ അറിയാവോടാ? ഇന്ന് തന്നെ ഈ താടിയും പിടിയും പിടിച്ച് എന്നെ വന്ന് കണ്ടോണം, ഇല്ലെങ്കിൽ നീ ഒന്ന് ക്യാമ്പസ് എന്തൊക്കെ പറഞ്ഞാലും അവന് മൂക്കടിച്ചോളൂ. അവനെ തല്ലി കൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങണണ്ട പട്ടി. ഞാൻ റെഡി. ബെസ്റ്റ് ഉറക്കത്തിലും തല്ല്. എന്താടാ ആ തടിയെ നിന്നെ തല്ലിയ? ആ ജേക്കബ് നിന്നെ പിന്നെ പിടിച്ചിടിച്ചാ പറയണ നമുക്ക് ചോദിക്കടാ. വാതോർന്ന് പറയാൻ പൊട്ടാ നിന്റെ അറിയാൻ പറ്റാ കിട്ടിയില്ലോ. നല്ല ഇവരെന്തുകൊണ്ടേ ഓടിയ? അവളെത്തി. Oh my god, seriously? പെണ്ണ പെണ്ണ മെക്കാനിക്കല്ല. She's gonna be ugly for sure. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദീപാവലിക്ക് എന്റെ കുണ്ടിക്ക് കുണ്ടു വെച്ചവന്മാരാ ഇവര്. ഇവന്മാർക്ക് ഇത് തന്നെ കിട്ടണം. വല്ല കിണ്ടി മനസ്സിലായ പോയത്തോ? അവരെ പൂട്ടണമെങ്കിൽ ഒരു പെണ്ണത്യാവശ്യം. So the bitch has come. ആരായിരിക്കും? ആരാണെങ്കിലും കാണാൻ ഒരു ചന്തൊക്കെ വേണം, പിന്നെ നല്ല മനസ്സ്. ഈ പെണ്ണുങ്ങളെ മനസ്സെന്നൊക്കെ പറയുമ്പോ പഠിക്കാതിരി മോശമാണെങ്കിൽ എന്താ നമ്മളൊക്കെ ഇല്ല ഇവിടെ. എടാ പുല്ലേ, പെണ്ണൊരുത്തി ഇല്ലാത്തോണ്ടാ മറ്റാർക്കും പറ്റാത്ത നമുക്ക് ഈ ക്യാമ്പസിൽ പറ്റുന്നത്. ചേട്ടാ ഈ വരുന്ന ഒരൊറ്റ ഐറ്റം മതി ഈ എല്ലാം കൊളവാൻ. മനസ്സിലാടാ? എന്താണ് ഇത്ര പ്രശ്നം? പെണ്ണാണോ? അവള് നമുക്കിടയിൽ വേണ്ട. എടാ ബാലു എന്നാലും വേണ്ടേ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? വേണ്ട. കണ്ട അവള് വരുന്ന പറഞ്ഞു. പോടോ ജിമ്മൻകുഴി. അവള് വരൂലോലേ. എന്ത് വരാൻ? അപ്പൊ ഇന്നലെ പറഞ്ഞൊക്കെ നീ മറന്നോ? വന്നാലും അവള് ക്ലാസ്സിൽ കേറില്ല. ക്ലാസ്സിലൊക്കെ അവള് തന്നെ കേൾക്കുള്ളൂ, നീ കേട്ടേണ്ട കാര്യമൊന്നുമില്ല. വർക്കിച്ച വാക്കുകൾ എടാ എന്റെ കണ്ണാടി കണ്ടായിരുന്നോ നീ? തന്നെ പോടാപ്പാ. ഒന്നാ എന്ത് കാണില്ല. അഞ്ചാ Shoe polish ചെയ്തടാ, shirt iron ചെയ്തടാ. Say hi to the party people. ഉഴപ്പെല്ലാം മാറ്റേണ്ട ഇനി ഞാൻ ഒരു സീരിയസ് ബോയ്. ഒന്നു മക്കളെ നന്നായി ഞാൻ മുനീർ മുനീർ മുനീർ. ഉഴപ്പെല്ലാം മാറ്റേണ്ട ഇനി ഞാൻ ഒരു സീരിയസ് ബോയ്. കണ്ണാടി ഇങ്ങ് താടാ. സെക്കൻഡ് ഇയർ തുടക്കമല്ലേ, പഠിക്കാമെന്ന് കരുതി. ശവം. എന്റെ സ്പ്രേ, എന്റെ സോപ്പ്. നിന്റെ സ്പ്രേയാ. കയ്യിൽ സമയായി, ക്ലാസ്സിൽ കയറട്ടെ. ഓക്കെ. Note it down. Plus x square minus n square into y equals 0. മോനെ ജബാ, ചുമ്മാ പറഞ്ഞതാണെങ്കിൽ ഇന്ന് നിന്റെ പുറത്ത് പെരുന്നാളാണ് സത്യമായിട്ടും. ഹേ മാൻ, ഇതൊരു ക്ലാസ് റൂമാണ്. സൈലൻസ്. പഠിക്കുന്നവർ പഠിച്ചോട്ടെ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ള അല്ലേ വിശ്വ? പോട പട്ടി. X dy by dx. Those just tell me, at the bush crack poikinim bumla, mohinozu. Minu pizza. Why is it going to zero? പറ്റൂല. എന്തിനാണ്ട് അവളൊന്നും എല്ലാരോടും പറഞ്ഞു. ആരാണ് സംസാരിക്കുന്നത്? Yes, Sam. Get out. Get out of my class.
സംസാരിച്ചതിന് ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പൊട്ട Okay, ഇവനായിരിക്കും. let's continue. X square d square y by e ശരിക്കും വേണ്ടി വരും. plus എവിടെ വരില്ല പോടാ പ്രിൻസി അവള് വേറെ x square minus n square into y. മാടേ ഇവിടെ മുള്ളരുത്. വരുമായിരിക്കൂലേ അവള്? എന്താ വരൂല. Thermodynamics. ഉറപ്പായിട്ടും വേറെ ഏതെങ്കിലും കോളേജിൽ പോയി കാണുന്നില്ലേ? അവള് വരും ഉറപ്പാ. മോളുടെ മോളാ സ്കൂളിൽ പോവാൻ. ഗുഡ് മോർണിംഗ് ആന്റി. ഓ എന്താടാ എന്ത് എന്താടാ അയ്യോ നല്ല കാര്യം. അവളെത്തിയെന്നാ എന്താടി നിന്റെ പേര്? ചിന്നു. ഇതെന്ത് പേരാടി? ചിന്നു. ചിഞ്ചു. ചിന്നു. നല്ല പേരല്ലേ? എനിക്ക് എന്റെ പേര് ഭയങ്കര ഇഷ്ടാ. അവളെ തടഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യേണ്ട പണി അവന്മാര് ചെയ്ത് അവിടുന്ന് തന്നെ പെട്ടിയും കിടക്കെടുത്തോണ്ട് അവള് പോയിക്കോളും. നമ്മൾ ചെയ്യേണ്ട പണി കണ്ടവന്മാര് ചെയ്യണോടാ. അവളിവിടെയുള്ള ഓരോ സെക്കൻഡും നമ്മുടെ ബാച്ചിൽ ഒരാളാ. അവളെ തൊടുന്നത് നമ്മളെ തല്ലുന്നതിന് തുല്യ. ഇവിടുന്ന് അവളെ പുറത്താക്കാനുള്ള കോൺട്രാക്ട് നമുക്കുള്ളതാ. മറ്റാരും അത് ഏറ്റെടുത്ത ആളാവണ്ട. പിള്ളേരെ തൊട്ടല്ല. ഇത്ര ശരിക്കാൻ ഇവിടെ വല്ല തമാശയും പറഞ്ഞോടി. നിനക്കിപ്പോ കരയെന്ന് കാണണോ? കാണണോന്ന്? അയ്യോ സോറി. പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? എന്റെ പൊന്നു മോളെ, 10-40 തരികിട പിള്ളേര് പഠിക്കുന്ന ക്ലാസ്സിലേക്കാ തന്റെ പോക്ക്. കൊച്ചിന് ഇത് വല്ലത് അറിയാവോ? So you understood, right? Don't mess with us. ഞാൻ പൊക്കോട്ടെ. അല്ലളിയ, ഈ പഞ്ചപാണ്ഡവർക്ക് പാഞ്ചാലി എന്ന പോലെ ഇവിടെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഇവളൊരുത്തി കൂടെ അവന്മാരും. ചേട്ടായിമാരുടെ ലുക്സും സ്റ്റൈലും ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതി കിട്ടിലങ്ങളായിരിക്കുമെന്ന്. പക്ഷേ ദേ ബൂം, കളഞ്ഞില്ലേ? ഏത് ഈ കൂട്ടം കൂടി ഇരുന്ന് കമന്റ് അടിക്കാൻ ആർക്കും പറ്റും. ശരിയല്ലേ? ശരിയല്ലേ? ദേ പറഞ്ഞു തീർക്കട്ടെ. നല്ല സ്റ്റൈലായി ഒറ്റയ്ക്ക് വന്നെ റാഗ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കൈ തന്നേനെ. ഇനി ഇതുപോലെ പരിചയപ്പെടാൻ തോന്നുവാണേ, നേരത്തെ പറഞ്ഞ ആ ആൺകൂട്ടത്തില് ഈ ചിഹ്നം ഉണ്ടാവും. അപ്പൊ നമുക്ക് കാണാം നല്ല സ്റ്റൈലായിട്ട്. കുട്ടി സോറിട്ടാ. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസ്റ്റിറ്റ്യൂട്ടഡ്. ആ നമ്മുടെ ഹായ് ഡയറക്ഷൻ ഓഫ് മെഗറ്റിൻ. എന്താ അജിത്തേത്? ഈ സമയത്താണോ ക്ലാസ്സിൽ കയറി വരണത്? സാർ ഫസ്റ്റ് ഡേ ആയിട്ട് ഗെറ്റ് ഇൻ. പിന്നെ ഫസ്റ്റ് ഡേ കാട്ടുണ്ട്. ഡയറക്ഷൻ ഓഫ് பார்க்கும் போது கடவுள்
Machines and dynamics on. Okay. We'll meet in the next hour. ഹേയ്, ഞാൻ ചിന്നു. ഞാൻ മാട അലാജിത്ത്. ഞാനേ ഒന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരാം. ചിന്നടാ നിങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നാ? എങ്ങനെയുണ്ട് കോളേജ് ഫസ്റ്റ് ഡേ? ഒരു കാര്യം പറയട്ടെ സർ, ഒരു രക്ഷയില്ല. കീട്ടു കോളേജ്. ഓക്കെ, ഞാൻ വിളിപ്പിച്ചത് ഇറ്റ്സ് വെരി റെയർ ദാറ്റ് എ ഗേൾ ഓപ്റ്റ്സ് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെയിൻലി ഫിസിക്കൽ ലേബർ. പിന്നെ ലാബ് വർക്ക് മാത്രമല്ല, അത് കഴിഞ്ഞ് കിട്ടുന്ന ജോലി പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു സീറ്റ് അവൈലബിലിറ്റി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ. എന്താ നോക്കുന്നോ? ഫസ്റ്റ് ഡേ തന്നെ സാർ എന്നെ വിളിപ്പിച്ചത് ഞാൻ മെക്കാനിക്കൽ എടുത്തോണ്ടല്ലേ? അതെ. പിന്നെ സാറും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലേ? അതെ. അപ്പൊ പിന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്ത എന്തോ ഒന്ന് ഈ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ ഓക്കെ, കീപ് അപ്പ് ദി ആറ്റിറ്റ്യൂഡ്. താങ്ക് യു സർ. പിന്നെ എന്തെങ്കിലും റീതിങ്കിങ് ഉണ്ടായാൽ അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഇല്ല സർ, എഞ്ചിനീയറിംഗിന് 2 സ്ട്രീമാണുള്ളത്, മെക്കാനിക്കൽ ആൻഡ് നോൺ മെക്കാനിക്കൽ. ചിന്നു മെക്കാനിക്കൽ, അത് മതി. അവന്റെ ഒരു കൊഞ്ചലും കുഴയലും നാണുണ്ടോ മാണേ. ഒരു പെണ്ണ് വന്നങ്ങ് കേറിയപ്പോഴേക്കും ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്താണ് ഇത്രമാത്രം സംസാരിക്കാൻ? നിനക്ക് അറിയണോ? അറിയണോന്ന് എല്ലാത്തിനോടും കൂടി പറയാ. ഇനി ഏതെങ്കിലും ഒരുത്തിന് അവനോട് മിണ്ടിയ അവന്റെ കാര്യം ഞാൻ തീർപ്പാക്കും. ഇതേ വർക്കിച്ചന്റെ വാക്കാ, കേട്ടല്ലോ? എക്സ്ക്യൂസ് മീ. ഹായ്, ഞാൻ ചിന്നു. ഞാൻ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യന്നോ? എന്നാ കടുപ്പാന്നേ പേരിന്? കുട്ടി സോറി, ചിന്നു എന്നെ വർക്കിച്ചെന്ന് വിളിച്ചാൽ മതി. വർക്കിച്ചൻ, അത് നല്ല പേരാ. ഹായ്, ഞാൻ ഇത് ശ്യാമ, ഇത് ശങ്കർ, ഇത് മാടപ്രാവ്. അറിയാലോ, എനിക്കറിയാം. ശ്യാമ. ശ്യാം നല്ല പേര്. ശ്യാം നല്ല പേരാ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ശ്യാമ. ചോദിക്കാൻ പറഞ്ഞില്ല, കുട്ടിയുടെ സ്റ്റേ ഒക്കെ എവിടെയാ? ഞങ്ങൾ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണോ? ഇല്ല, ഹോസ്റ്റലില്ല. ആകെ ബാഗ് പിടിക്കുന്ന ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നു. അത് ഞാൻ കൂലിനെ ഏൽപ്പിച്ചു. കൂലി? ദാറ്റ്സ് എ ബ്ലഡി നെയിം. ഞാൻ കേട്ടില്ലല്ലോ. ദേ അതാ കൂലി. ഇത് നീ ഒരിക്കലും അവളോട് മിണ്ടായിരിക്കാൻ വേണ്ടി. This is your heat engine slab. All of you should be very careful. Sure, sir. U3, U3, U3 and U3. Okay, you can start the experiments now. സാറിനോട് ഇങ്ങനെയാ ഈ സൈഡിലേക്ക്. വെകിളി പിടിച്ചവൻ. എന്റെ പൊന്നു സാറേ, ഇവനെ ഈ മെഷീനൊക്കെ ഇവിടെ കേടാക്കുന്നത് വൃത്തികെട്ടാ. ചെവി കൂടി ജസ്റ്റ് എന്തോ. Okay, there are നീ ഒന്നും പറയണ്ട. എടാ ഞാൻ ഒന്ന് എടാ എൽദോ, നീ ചെയ്ത് ഒട്ടും ശരിയായില്ല. ഞാൻ ലാബിലൊരു ഗ്രൂപ്പിലായതുകൊണ്ട് മിണ്ടിയെന്നുള്ളു. ഇവിടെ ഒരാൾ പരിചയപ്പെടുന്നു, ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തുന്നു, എന്തൊക്കെയായിരുന്നു അത്. പിന്നെ Where machine is a mechanism. ആണത്. ഞാൻ സ്ട്രിക്റ്റ് ആണെന്നറിയില്ലേ? ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. കുട്ടി പേടിക്കണ്ട കേട്ടോ. എല്ലാവരും അവളുടെ പുറകെ. പക്ഷെ ഒന്നുണ്ടോ പാലു, നമ്മൾ ഇതുവരെ കണ്ട പോലെ ഒരു പെണ്ണല്ല ഇവള്. അതിന് നമ്മൾ വേറെ പെണ്ണുങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. പെണ്ണാണോ വർഗം? അതൊന്നേ ഉള്ളൂ. വൈകാതെ നീയൊക്കെ തിരിച്ചറിയണം. ആരവിടെ സംസാരിക്കുന്നത്? ബാലു, stand up. തെളിക്കലട പട്ടി. അവന്റെ ആ താടി മുടി കൊല കണ്ടില്ലേ? Get out.
ആട്ടാളുടെ രൂപമായിട്ട് ഇറങ്ങിയിരിക്കുക. എല്ലാവർക്കും തരാം. എല്ലാം ഒരേ സൈസാ. അല്ലെങ്കിൽ വേണ്ട, നീ അവിടെ ഫ്രണ്ടിലിരിക്കും. ഞാൻ പോയിക്കോളൂ സാർ. നീ അവിടെ ഇരിക്കടാ. ഞാൻ പുറത്ത് പോയിക്കോളൂ സാർ. അവിടെ ഇരിക്കാൻ. പെണ്ണാണോ? വേണ്ട, കളിക്കാൻ നിൽക്കുക. I am straight, very, very straight. Okay? ഫ്ലോഡ് കളഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞത് നോക്ക് മാഷേ, കൊള്ളാവോ? ലീനിയർ മോഷൻ. നല്ലതല്ലേ? ഇത് എന്തുവാ സാർ പറയുന്നത്? എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയി. തന്നെ എന്താ കുട്ടി ഇവൻ നിന്നെ നീ ഒന്നും പറയണ്ട. ആ കുട്ടി പറയട്ടെ. ആ കുട്ടി പറയൂ. ഒന്നുമില്ല സാർ, ഒരു പല്ലി. പല്ലിയോ? അത് കുഴപ്പമില്ല, അതൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ വരും, ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ അല്പം സ്വല്പം സ്ട്രിക്റ്റാന്നേ ഉള്ളൂ, പക്ഷെ കുട്ടി പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ. അപ്പോ എന്റെ മാഷേ, രണ്ടാമത്തെ മോഷൻ കണ്ടാ പറയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ചിന്നുവിന് ഇതുപോലെ വരയ്ക്കാൻ പഠിക്കണം. അതെ, എന്റെ ഫോട്ടോ ഇതിലൊന്ന് വരയ്ക്കോ പ്ലീസ്. ഇതിൽ വരയ്ക്കോ? എന്നെ നോക്കി വരയ്ക്കേ. ആ വരയ്ക്കോ മാഷേ, വേഗാവട്ടെ. സോ കമ്മിങ് ബാക്ക്, കഴുത കുറുകണുണ്ടല്ലേ, ഇതിലും നല്ലത് നീ പുറത്തു പോകുന്നായിരുന്നു. നാണല്ലോ അവിടെ തന്നെ നോക്കിയിരിക്കാൻ. കഷ്ടം. ആ കഴിഞ്ഞല്ലോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഓക്കെ, താങ്ക് യു. ഇനി എന്താ? ആള് ഭയങ്കര കലിപ്പനാണല്ലേ. ചതിക്കും വഞ്ചനക്കൊരു നിയമമുള്ളൂ. അത് നീ ആയാലും ശരി, ഞാനായാലും ശരി. അവളോട് മറ്റൊരുത്തനും മിണ്ടി പോരുത്, പ്രത്യേകിച്ച് നീ. അല്ല പുല്ലേ, ഇപ്പൊ അവളോട് മിണ്ടാത്ത ഒറ്റ ഒരുത്തരുള്ളൂ, ഈ ഞാൻ. എടാ ഞാൻ എന്നാലും ഈ എന്നോടോ ബലു അമ്മുക്ക സാർ, ആ എന്താ കുട്ടി? സാറിനൊന്നും മര്യാദയ്ക്ക് പരിചയപ്പെടാൻ പറ്റില്ല. പരിചയപ്പെടാൻ ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. സാർ, എനിക്ക് സാറിനോട് കാര്യം ചോദിക്കാനുണ്ട്. ആ പറഞ്ഞോളൂ. സാറ് അടിക്കോ? ഞാനോ? നോ, ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. യു നോ എന്താ സംഭവം? അല്ലാതെ കുപ്പിയിലല്ല, ഷട്ടിന്റെ ആവും. കുഴപ്പമൊന്നുമില്ല. എന്താണ് സംഭവം? ഒരു പിടിയിലളിയാ. ഞാൻ ഇവിടെ വന്നേ. എന്താടാ ചിരിക്കണ? ഒന്നുമില്ലട്ടാ. ഒന്നുമില്ലട്ടാ. എന്താ കയ്യില്? കൈ കാണിക്കടാ. ചേട്ടാ, ബി ബ്ലോക്ക് സീനിയേഴ്സ് ആണ്. കോളേജ് സോറി. ആ പ്രൊജക്റ്റിനും വെച്ചു കൊടുക്കുന്നത്
ചേച്ചിമാരൊന്ന് പുറത്തോട്ട് പോയേ. പറഞ്ഞത് മനസ്സിലായില്ലേ? ചേച്ചിമാരൊന്ന് പുറത്തോട്ട് പോയേ. എന്താണ് നീയൊക്കെ ഞങ്ങളുടെ ക്ലാസ്സിൽ പിള്ളേരെ പുറത്തേക്കറയടാ. കോളേജിന്റെ പേര് കളയാൻ നീയൊക്കെ വേറെ ഒരു ബാച്ചിലെ പിള്ളേർക്കും ഇല്ലാത്ത കേടാണല്ലോ നിനക്കൊക്കെ. വന്നപ്പോ മുതൽ സഹിക്കുന്നതാണ്. നീയൊക്കെ മാറിയെന്നാ ഞാൻ വിചാരിച്ചേ. സർ ഞങ്ങള് നോ മോർ എക്സ്ക്യൂസസ്. എന്നടാ എന്തു പറ്റി? ഒന്നുമില്ലടി, പിള്ളേര് വെറുതെ അവരോട് ഒന്നുമില്ല. ഒന്നുമില്ല, പോയപ്പോ ഇതൊക്കെ എന്നതാന്നേ? ഒന്നുമില്ല. നീ പറയുന്നത് ഫോൺ എന്താ ശ്യാമ? ഇത് കണ്ടാ നീ ദൗമാരി ചെയ്ത പണിയാ. ഞങ്ങൾ നോക്കിക്കണം അത് കണ്ടിട്ട്. അയ്യോ, ഇതാരാടാ ചെയ്തേ? പറയണ, ഇതൊക്കെ ആരാ ചെയ്തേ? ആരാണ് പാടിയതൊക്കെ ചെയ്ത? പറ. നിന്നെ തല്ലുകൊണ്ടു, പക്ഷെ താൻ ചെയ്ത പോക്കിരിത്തരത്തിനാ. എന്തിനാ അവന്മാര് തല്ലുണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് ഇപ്പഴാ മനസ്സിലായത്. ഇതുവരെ എല്ലാത്തിനും നമ്മൾ ഒരുമിച്ചായിരുന്നു. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഒന്നല്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ, ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. അവരെയൊക്കെ ഡിസ്മിസ് ചെയ്യുന്ന കേട്ടെ. ഇനി മേലെ ഇത്ര പരിപാടിക്ക് ഞങ്ങളെ വിളിച്ചേക്കുന്നു. ചങ്കായില്ല. തല്ലാൻ മാത്രമല്ല, തല്ല് കൊടുക്കാനും തല്ല് വാങ്ങാനും ഡിസ്മിസ് മേടിക്കാനും കൂടെ ഉണ്ടാവണം. ഇവിടെ കോന്താന് പ്രിൻസ് നിങ്ങളെ മാത്രം പിടിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? വേണ്ട, നീയൊക്കെ ഒരു അക്ഷരം മിണ്ടരുത്. കാണണ്ട. ഞാൻ വീട്ടിലേക്കൊന്നും വിളിക്കുന്നില്ല. എന്തിനാ വെറുതെ? അതിന്റെ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവന്റെ ഒരു ഭാഗ്യം, ആരോടൊന്നും മിണ്ടണ്ടല്ലോ. 14 ദിവസത്തെ സമയം. എന്തിന് ഇന്ന് തന്നെ ഡിസ്മിസ് അടിച്ചിരുന്നില്ല? ഇത് ഇവിടെ തീർന്നടാ. അല്ലെങ്കിലും ഇവിടുന്ന് എഞ്ചിനീയറായി പാസ്സായി പോവാന്നൊന്നും ആരും വിചാരിച്ചിട്ടല്ലോ. ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിക്കാം. വാ, ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തേ. എന്തിനാടി വെറുതെ? ദേഷ്യം എന്നാ എന്നോട് തീർക്കല്ലേ. ഞാൻ ഒരു കാര്യം ചോദിച്ച വിഷമാവോ? റെഡി. ഞാൻ ഇന്നലെ തന്ന ഡയറിമിക്ക് തിന്നില്ലെങ്കിൽ താ. നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇവൾക്ക് വേണ്ടി തല്ലുണ്ടാക്കോ? ഞങ്ങളിവിടെ ഡിസ്മിസിലടിച്ച് നിൽക്കുമ്പോഴാണ് നിനക്കൊരു വിഷമമില്ലടി. നിങ്ങൾ എന്തായാലും തല്ലുണ്ടാക്കി പോവാ. പിന്നെ ഞാൻ എന്തിനാ വിഷമിക്കണേ? ചിന്നുനെ വേണ്ടാത്തവരെ ചിന്നും വേണ്ട. മനസ്സിലായ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു?
പോണേണ അപ്പൊ ഞങ്ങള് പോയാ നീ കൂടെ ഉണ്ടാവില്ലേ? എന്തിന്? എനിക്ക് പഠിക്കണം. എങ്കിൽ നീ തന്നെ പറ എന്ത് ചെയ്യണമെന്ന്. നമുക്കൊരിടം വരെ പോവാം, എന്റെ സ്വർഗത്തിലേക്ക്. ഇതാണോ നീ പറഞ്ഞ സ്ഥലം? അതൊക്കെ പറയാം, വാ. എന്തോ ഇതാടാ ഉള്ള സ്വർഗം. ത്രേസ്യാമോ? എല്ലാരും ഉണ്ടല്ലോ. മുനീറല്ലേ? ബാലു, എൽദോ, സാം, ശരിയല്ലേ? എല്ലാരും വാ. എന്താണ് അവരെ വിളിച്ചോണ്ട് അവിടേക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക്. വാ. ഞങ്ങൾക്കൊരേ പ്രായ. ചെറുപ്പത്തിലെ എല്ലാ കുറുമ്പും ഒപ്പിച്ച് എവിടെയെങ്കിലും പോയി പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരിക്കും. ഇവിടുത്തെ കൂട്ടിലെ പ്രാവിനെ ആരും കാണാതെ വന്ന് തുറന്നു വിടും. കൂട്ടിലിട്ടാ പിന്നെ അവക്ക് സഹിക്കില്ല. അവൾ എന്ത് ചെയ്താലും അത് നല്ലതാണെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്കണം. അത് ഡാൻസ് ആയാലും പാട്ടായാലും എന്തായാലും, അല്ലെങ്കിൽ തീർന്നു കാര്യം. അവളുടേതായ ലോകത്തിലേക്ക് അത്ര പെട്ടെന്ന് കടന്നു വരാൻ അവൾ ആരെയും അനുവദിക്കില്ല. ഇത്രയും കാലം ഞങ്ങൾ മാത്രമായിരുന്നു, ഇപ്പോ നിങ്ങൾ. എങ്ങനെയുണ്ട്? കൂടുതൽ സെന്റിമെന്റ്സ് വേണ്ട കേട്ടോ. അല്ലേലും ഇപ്പൊ എന്തിനാണ് സിൻഡി? ജവാ വിശ്വരൂപ. വല്ല വേലത്തരത്തിനാണെങ്കിൽ മിസ്റ്റർ മുനീർ, ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ ദാറ്റ്. ഞാൻ ഓക്കെ, ഇതാരാടാ? ഇതൊന്നും നിനക്കറിയാലോ, എനിക്കിതറിയില്ല. എന്താലേ പക്ഷെ ഇത് നിനക്കറിയാം ഇല്ലേ? അറിയാം. ഓട്ടോമേറ്റഡ് ലിഫ്റ്റിംഗ്, സിമ്പിൾ. എന്തെങ്കിലും സഹായിക്കണം പ്ലീസ്. അവസാനത്തെ ആഗ്രഹം കാണണം വിശ്വ. കൈവിട് കൈവിട്. പോകുന്നതിന് മുന്നേ നിനക്ക് ഞാൻ എൻ്റേത് മാത്രമായിട്ടുള്ള ആർക്ക് കൊടുക്കാത്ത കളക്ഷൻസ്, ഇന്ത്യൻ, കൊറിയൻ, ചൈനീസ് ഓൾ കളക്ഷൻസ്. നടക്കില്ല മോനെ. ഏറ്റില്ല. എന്നോട് കിക്കിലോട്ടും തങ്കമണി ചേച്ചി. ചേച്ചിയാ ഫ്രഷാ. This is a very complicated scenario. We need to drive the subject through the steps. Blueprint. ഇവനെന്നാടാ ഈ താഴത്തേക്ക് എന്തിട്ടവൻ കാട്ടണേ? മനസ്സിലായില്ലേ? ഇല്ല. കത്തി. This is the major part. Step 1. ശങ്കു, അതെന്നെയാണ് ചോദിക്കണത്. സ്റ്റെപ്പിലും കയറും. Focus.
ഇനി ഇതിൻ്റെ ക്രൂഷ്യൽ പോയിന്റ്, സബ്ജക്റ്റിൻ്റെ വെയിറ്റ് അതറിയണം. അല്ല ഇതേതാ സബ്ജക്റ്റ്? ചോദിക്കണം. മോശമല്ലടാ, ഞാൻ എങ്ങനെ ചോദിക്കും? ചോദിക്കണം, ചോദിക്കും. എന്താ മാടെ? എന്താന്നറിയില്ല ലിസ, നീ തടികാരനെ ഒന്നും ശരിയാവുന്നില്ല. ഞാനിപ്പോ ഒരു 100 കിലോ വെയിറ്റ് ഉണ്ടാവും, നീ 60 കിലോ ഉണ്ടാവില്ല. 60? 52 ഉള്ളൂടാ. 52? വിവരമില്ലാത്തോണ്ട് പറയുക. ഇതാ നമ്മുടെ വീൽ ചെയറിൻ്റെ ലെഫ്റ്റ് മെക്കാനിസത്തിൻ്റെ ബേസിക് സർക്യൂട്ട് വിത്ത് ജോയ്സ്റ്റിക്. എന്താണ് ഈ ചാറ്? കണ്ടീഷൻസ് അപ്ലൈ. സോറിടാ, ബേസിക് സർക്യൂട്ടടാ. ഇവനെ വിവരമില്ലായ്മയുടെ പ്രശ്നം അത് ശരിയാക്കണ്ട. ഓക്കെ. So, this quarter we got to see an innovative and brilliant idea from S6 Electronics and Communication batch, headed by Ramkrishnan sir. Thank you. So that's all for the day. Thank you, Alex sir, our dearest principal, Vice Principal Bhairavan sir, and all those who shared the dais. Thank you. Sometimes, people with the worst past creates the best future. ഏറ്റവും മോശം ഭൂതകാലമുള്ളവരായിരിക്കും ചിലപ്പോൾ ഏറ്റവും നല്ല ഭാവി സൃഷ്ടിക്കുന്നത്. ഞാനല്ല, വിവരമുള്ള ആരോ പറഞ്ഞതാണ് കേട്ടോ. ഇന്നിവിടെ ഈ വേദിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനും എൻ്റെ സുഹൃത്തുക്കളും മേ ബി ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ടഫ് ടൈംസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നാണ് ഞങ്ങളുടെ ക്യാമ്പസ് ലൈഫിൽ ഒരു അർത്ഥം ഉണ്ടായത്. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. പ്രിൻസിപ്പൽ സർ, അവർ HOD, അവർ ബാച്ച്മേറ്റ്സ് ആൻഡ് ടു ദ ഹോൾ ക്യാമ്പസ്. പക്ഷെ എല്ലാത്തിനും ഉപരി ഞങ്ങൾക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ഡിയർ സീനിയേഴ്സിന്. ബിക്കോസ് നിങ്ങളില്ലെങ്കിൽ ഇന്ന് ഈ മൊമെൻ്റ് ഇല്ല. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ഇവൻറ്റിൽ ഞങ്ങൾ മെക്കാനിക്കൽ ബാച്ച് വരുമെന്ന്. ആൻഡ് ദാറ്റ് ദ ഫസ്റ്റ് എവർ മെക്കാനിക്കൽ ബാച്ച് ടു കം അപ്പ് വിത്ത് സംതിങ് സ്പെഷ്യൽ. ഈ പറഞ്ഞ സ്പെഷ്യൽ മറ്റാരും അല്ല കേട്ടോ, എലീസ.
ഗുഡ് ജോബ്. സാറ് ഇപ്പോൾ ബിസിനസ്സിൽ ഇതാണ് മോന്തം വക്കീൽ. കുറച്ച് പ്രശ്നമാണ്. യുവർ ഓണർ, ഈ കേസിന്റെ അന്വേഷണ ചുമതല ബഹുമാനപ്പെട്ട കോടതി തന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചതാണ്. കേസിൽ പറയുന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയത് അവരുടെ തന്നെ സഹപാഠികളായ 4 പേരാണെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുകയും ചെയ്തതാണ്. ആ 4 യുവാക്കളെ, അല്ല 4 യുവ കൊലയാളികളെ ഈ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. യെസ്. യുവർ ഓണർ, പ്രതികൾക്ക് പെൺകുട്ടിയോട് തോന്നിയ പ്രണയവും മറ്റു തരത്തിലുള്ള വഴിവിട്ട ആഗ്രഹങ്ങളും അതിന്മേലുള്ള തർക്കങ്ങളുമാണ് ഇവരെ ഈ ക്രൂര കൃത്യത്തിലേക്ക് എത്തിച്ചത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ക്രൈംബ്രാഞ്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആൻഡ് എബവ് ഓൾ, ഈ കേസിൽ ഒരു സാക്ഷിമൊഴി കൂടിയുണ്ട്, an eyewitness. ഈ 4 പേര് ചേർന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നത് കണ്ട ഒരു 17-കാരൻ. 7 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 7/6/2017 അവൻ അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഈ 4 പേരെ കുറിച്ചുള്ള സകല വിവരങ്ങളും മൊഴി കൊടുക്കുകയും ചെയ്തു. ഐ എം ഹിയർ ബൈ സബ്മിറ്റിംഗ് ദ സെയിം. ഈ പ്രതികൾക്ക് സമൂഹത്തെയും നീതിന്യായ വ്യവസ്ഥകളെയും വെല്ലുവിളിക്കുന്ന ക്രൂരമായ കൊലപാതക പ്രവണതയുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് അങ്ങോട്ട് അരങ്ങേറിയത്. യുവർ ഓണർ, മൊഴി നൽകിയതിന്റെ പേരിൽ പോലീസ് തങ്ങളിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കിയ ഇവർ വളരെ മൃഗീയമായി ആ 17-കാരനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. മാത്രമല്ല, കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം തിയേറ്ററിന്റെ പുറത്തു വച്ചവനെ മാരകമായി മർദ്ദിക്കുന്നത് കണ്ടവരുണ്ട്. യു മേ കൈൻഡ്ലി വെരിഫൈ ദ മൊബൈൽ ഫുട്ടേജ്. ഈ സംഭവത്തിന് ശേഷം പിന്നെ ലോകം കാണുന്നത് ആ ചെറുപ്പക്കാരന്റെ ചേതനയേറ്റ ശരീരമാണ്. ഒരു കുറ്റം മറച്ചുവെക്കാൻ മറ്റൊന്ന്, അത് മറച്ചുവെക്കാൻ വേറൊന്ന്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരകൃത്യം ചെയ്ത ഈ 4 കൊലയാളികളെയും ഗൂഢാലോചന, സംഘം ചേരൽ, റേപ്പ് ആൻഡ് മർഡർ എന്നിവയിൽപ്പെടുത്തി IPC 107, 120B, 302 and 376 വകുപ്പുകൾ ചേർത്തി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. That's all, Your Honor. I have a simple submission before the honorable court. ബഹുമാനപ്പെട്ട കോടതി, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ പ്രകാരം അഡീഷണൽ പ്രതിയായി പേര് ചേർക്കപ്പെട്ടിട്ടുള്ള ആ 4 പേർക്ക് വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്.
സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ PW6 ഗവൺമെന്റ് സർജനെ വിസ്തരിക്കണം. പ്രൊസീഡ്. താങ്കളാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് അല്ലേ? അതെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പീഡന ശ്രമവും തലക്കടി കൊണ്ടതുമാണ് മരണകാരണമെന്ന്. യെസ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ കൂടി. നമ്മുടെ ഈ വിക്ടിം മരിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ് അബോർഷൻ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി എ സർജിക്കൽ അബോർഷൻ അല്ലേ? യെസ്, എക്സാക്ട്ലി. ഡോക്ടർ പ്രസാദ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ താങ്കൾ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS MD പാസ്സായത്? വാട്ട് യുവർ ഓണർ, ഹി ഈസ് ട്രൈയിങ് ടു. ആൺസ്പർശമില്ലാതെ ദിവ്യഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് പോലും ഒരു ഗർഭപാത്രം ഇല്ലാതിരുന്നതായി എങ്ങും പറയുന്നില്ല. പക്ഷേ ഈ നിൽക്കുന്ന ഗവൺമെന്റ് സർജനെ അതിനേക്കാൾ ദിവ്യമായി ഗർഭം ധരിപ്പിക്കാനും അത് അബോർട്ട് ചെയ്യിപ്പിക്കാനും റിപ്പോർട്ടുകളിലൂടെ കഴിയും. സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പുള്ള ഈ വെരിഫൈഡ് റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടിക്ക് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നുവെന്നും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ സെർവിക്സും യൂട്രസും സർജിക്കലി റിമൂവ് ചെയ്തതിന്റെ റിപ്പോർട്ടാണത്. ഡേറ്റഡ് 14/8/2016. അതിന് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? ചെറിയ സർജറി അല്ലേ? Hereby submitting the report. ഗർഭപാത്രമില്ലാത്തൊരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്നത് അത്ഭുതം. അതേ ഗർഭത്തെ അബോർട്ട് ചെയ്യുക എന്നത് മഹാത്ഭുതം. ഇത്തരം അത്ഭുതങ്ങൾ നടത്തുന്ന ഇവനെ പോലുള്ളവരെ ഡോക്ടർ നല്ല യുവർ ഓണർ വിളിക്കേണ്ടത്. ബിക്കോസ് he is a technically qualified government certified medical criminal. Objection, your honor. Yes, you will object. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ബിക്കോസ് യു ആർ an advocate of lies. അഡ്വക്കേറ്റ് മുകുന്ദൻ, ഇത് കോടതിയാണ്. ഇവിടെ നിങ്ങൾ മാത്രം വാദമുയർത്തിയാൽ പോരാ. സത്യം എന്താണെന്ന് നിങ്ങളല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ് പറയേണ്ടത്. മിസ്റ്റർ കാളു, നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാം. യു മേ കണ്ടിന്യൂ. കൊല്ലപ്പെട്ട ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസറെ ചോദ്യം ചെയ്യണം. പ്രൊസീഡ്. ഇല്ലാത്ത സാക്ഷിയുടെ പറയാത്ത മൊഴി, അതിനൊന്നും ചോദിക്കേണ്ടതില്ല. എങ്കിലും ഒരു ചോദ്യം. ഒരു സുപ്രഭാതത്തിൽ ഏതോ ഒരു പയ്യൻ എന്തോ ഒന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അതെന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ മൊഴിയായി സ്വീകരിച്ചത്? അന്നേ ദിവസത്തെ അവന്റെ ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. അതിൽ നിന്നും ആ പെൺകുട്ടിയുടെ റേപ്പ് ആൻഡ് മർഡർ അറ്റംപ്റ്റ് നടന്നിരുന്ന സ്പോട്ടിൽ അവനുള്ളതായി ഞങ്ങൾ സ്ഥിരീകരിച്ചു. അത്രേ ഉള്ളൂ. എത്ര എളുപ്പത്തിൽ ടവർ ലൊക്കേഷൻ കിട്ടി അല്ലേ? അങ്ങനെ അവൻ ദൃക്സാക്ഷിയായി. സാക്ഷി, വിറ്റ്നസ്. A witness has to be genuine, trustworthy, and above all, he or she should have an ethical code of conduct. 2 juvenile court കേസുകൾ, അതിൽ 2ഉം attempt to molest a woman. ഈ ചെറുപ്രായത്തിൽ തന്നെ 3 സ്കൂളുകളിൽ നിന്നും ഡിസ്മിഷൻ, 4 അടിപിടി കേസുകൾ. ഇതാണ് പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ the most elegant, most believable, most trustworthy witness in the profile. പ്രോസിക്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത്രയും സൽസ്വഭാവിയായ ഒരു ദൈവപുത്രൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ സാക്ഷി, അല്ലെങ്കിൽ അവനാണ് എല്ലാത്തിനും സാക്ഷിയായ പ്രതി. ഒബ്ജക്ഷൻ, യുവർ ഓണർ. ഡിഫൻസ് സാക്ഷിയെ പ്രതിയായി ചിത്രീകരിച്ച് കേസിന്റെ ഗതി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സാക്ഷിയുടെ പാസ് റെക്കോർഡ്സ് നോക്കിയിട്ടല്ല മൊഴി രേഖപ്പെടുത്തണോ വേണ്ടോ തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ പ്രൂഫ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ പ്രൂഫ് ഹാസ് ബീൻ സബ്മിറ്റഡ് ബിഫോർ ദ ഓണറബിൾ കോർട്ട്. പിന്നെ മുൻകാല ജീവചരിത്രം നോക്കിയാണ് മൊഴി രേഖപ്പെടുത്തുന്നതെങ്കിൽ ഇവിടെ മരിച്ചുപോയ പെൺകുട്ടിയുടെ മുൻകാല ചരിത്രം ഒരു വട്ടം ചർച്ച ചെയ്ത് എല്ലാവരും ഓർത്തെടുത്താൽ നന്നായിരിക്കും. യു ക്യാൻ ചെക്ക് ദ റെക്കോർഡ്സ്, അഡ്വക്കേറ്റ് മുകുന്ദൻ. നടു റോഡിൽ പാതിരാത്രിക്ക് പല പല പുരുഷന്മാരുമായി മാറി മാറി ചുംബിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തത് സർവീസിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. അഡ്വക്കേറ്റ് മൂന്നിന് സാക്ഷിയായിട്ട് ഇനി അതും പോരാതെ വരുവാവോ? പോലീസ് ഉദ്യോഗസ്ഥർ മതി മതി, അത് കാളൂരിന്റെ സാക്ഷികളാവുമ്പോൾ ധാരാളം. പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച ആ പോലീസുകാരെ വിസ്തരിക്കണം.